ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ വലിയ ഭാഗ്യ പദവിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകാതെ സമയത്തെ മുഴുവനും നമുക്ക് മുതലെടുക്കണം. കാരണം സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമുക്കിപ്പോൾ ലഭിക്കുന്നത് വളരെ ചെറിയൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ജനനത്തിൻ്റെ 7 തെളിവുകളെക്കുറിച്ചാണ്. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. ഇന്ന് ഞാൻ 4, 5, 6, 7 ബാക്കിയെല്ലാം പറയണമെന്ന് ആഗ്രഹം. ഇച്ചിരി സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടത് 1, വീണ്ടും ജനിച്ചത് ദൈവ പൈതല് വെളിച്ചത്തിൽ നടക്കുന്നു. 2, ഈ ലോകത്തോട് അനുരൂപരാകുന്നില്ല. 3, ആത്മീയമായത് ചിന്തിക്കുന്നു. ഇന്ന് 4ാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വീണ്ടും ജനിച്ച ദൈവ പൈതൽ നീതി പ്രവർത്തിക്കും, അല്ലെങ്കിൽ അവൻ സത്യസന്ധനായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കും. ഞാൻ ഒരു കാര്യം നിങ്ങളെ വായിച്ചേൽപ്പിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ, അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. കാരണം അതിൻ്റെ 28-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവനിൽ വസിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, കർത്താവിനെ കുറിച്ചാണ്. അപ്പോൾ അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവൻ ഒക്കെയും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ നീതി ചെയ്യുന്നവൻ എല്ലാവരും അവനിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്? യഥാർത്ഥമായിരിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഞാൻ നയിക്കുന്നുണ്ടോ? അതോ ഇന്നും ഞാൻ പണ്ടത്തെ പോലെ ആ പാപത്തിലും മലിനതയിലും അശുദ്ധിയിലുമാണോ ജീവിക്കുന്നത്? ഒരുവരെ നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ പഴയ ജീവിതത്തിൽ തുടരാൻ കഴിയില്ല. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു. എല്ലാവരും നമ്മളെ പകയ്ക്കും, നമ്മുടെ അവസ്ഥകളെല്ലാം മാറും. പിന്നെ നമുക്ക് വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മയാണ്, നമുക്ക് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തിയെക്കുറിച്ച് തിരുവചനം വ്യക്തമായും പറയുന്നത്, അവൻ വീണ്ടും പാപത്തിൽ ജീവിക്കുന്നില്ല. അത് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം കൂടി ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. എന്തൊരു പ്രയോഗമാണ്! ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പോൾ ഇവിടെ വായിക്കുന്നത് നീതി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ യഥാർത്ഥമായും ഒരു പാപരഹിതമായ ജീവിതം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ കഴിയുമോ? പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്നും പാപം വന്നുകൂടുകയില്ല എന്നല്ല. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. എന്നാൽ മനഃപൂർവമായ പാപങ്ങൾ നാം ചെയ്യുന്നില്ല. തെറ്റ് വന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കും. ഉടനെ നമ്മൾ ദൈവത്തോട് അത് ഏറ്റുപറയും. അത് ഇരുന്നോടൊന്ന് വിചാരിക്കുകയല്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും ചെറിയൊരു മുള്ളോ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ മുള്ളകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. നമുക്കത് സഹിക്കാൻ പറ്റിയല്ല. നമ്മൾ ഉടനെ എടുത്ത് കളയും. എടുത്ത് കളഞ്ഞിട്ടേ അടുത്ത കാര്യമുള്ളൂ. ഇതുപോലെ തന്നെ ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അല്പമെങ്കിലും ഒരു കളങ്കം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ, ഒരു പാവം ഉണ്ടായാൽ ഉടനെ അവൻ അനുദപിക്കും, പശ്ചാത്തപിക്കും, ദൈവത്തോട് അത് ഏറ്റുപറയും. കാരണം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയുടെ സന്തോഷത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ആ അനുഭവമുണ്ടോ? അതോ നമ്മൾ തെറ്റ് ചെയ്തിട്ടോ അത് സാരമില്ല, അതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന അനുഭവമാണോ? ഇന്ന് അനേക വിശുദ്ധന്മാരെന്ന് പറയുന്ന അനേകരും പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുക. അവർക്ക് പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസാക്ഷിയിൽ പോലും അവർ തെറ്റ് ചെയ്യുന്നുള്ളൊരു ബോധമില്ല. ദൈവാത്മാവ് അവരെ ഉണർത്തിയിട്ടും അവർക്കൊരു മാനസാന്തരമില്ല. അതിൻ്റെ അർത്ഥം അവർ വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു വ്യക്തി അങ്ങനെ ഒരു അവസ്ഥയിൽ ആയിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, ഒരാട് ചെളിയിൽ വീണാൽ അത് കിടന്ന് കരയും. അത് എപ്പോൾ വരെ പുറത്തു വരുന്നില്ലയോ അതിനൊരിക്കലും സമാധാനമില്ല. എന്നൊരു പന്നി ചെളിയിൽ വീണാലോ അതിന് ഭയങ്കര സന്തോഷമായിരിക്കും. അത് അവിടെ നിന്ന് പുറത്തു വരാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇവളൊരു നമുക്ക് ആ പഴയ സ്വഭാവം,
ആദാമ്യ സ്വഭാവമല്ല. ഇന്ന് നമ്മൾ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. അപ്പോൾ നമ്മളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ അതിൽ നിന്നും തിരുത്തും. നമ്മൾ ദൈവത്തിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. മാത്രമല്ല, നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം ഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. കണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ സൂക്ഷിക്കുന്നു. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ ദൈവമക്കളെ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ എത്രമാത്രം ഗൗരവമായി ജീവിക്കേണ്ട ഒരു ലോകമായത്. കൈനോട് പറഞ്ഞപ്പോൾ 34:7 പറഞ്ഞു, കൈനെ, പാപം നിന്റെ മുൻപിൽ വാതിക്കൽ കിടക്കുക, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാ, നീ അതിനെ ജയിക്കണം. അതെ, പാപം എപ്പോഴും നമ്മളെ ഇങ്ങനെ വശീകരിക്കുവാൻ, നമ്മളെ വഞ്ചിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ ഉന്നമിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഒരു വീണ്ടും ജനിച്ച ദൈവവേദത്തിൽ ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ നീതി പ്രവർത്തിക്കുന്നു, അവൻ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നു, അശുദ്ധിക്ക് പാത്രമാകുന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് ഓടിമറയും. എത്ര വലിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. പാർട്ടികളിലൊന്നും പോകാതെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വളരെ ശക്തമായിട്ടും നമ്മളോട് പറയും. അപ്പോൾ ഇവിടെ 4-ാമത്തെ കാര്യം, ദൈവത്തിൽ നിന്നും ജനിച്ചവനാണെങ്കിൽ അവൻ നീതി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവൻ പാപത്തിൽ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ തുടർമാനമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പാപം വന്നാൽ ഉടനെ അവൻ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടും. അവൻ ദൈവവുമായി നിരപ്പ് പ്രാപിക്കും. വീണ്ടും അവൻ അതിസന്തോഷത്തോടെ മുന്നോട്ട് പോകും. വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, അല്ലാതെ തന്നെത്താൻ സൂക്ഷിക്കും. പാപം തന്നിൽ വരാതെ താൻ സൂക്ഷിക്കും. 5-ാമത്തെ കാര്യം, നമ്മൾ അതേ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം വായിക്കുമ്പോൾ, യേശു ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ഉണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ ലോകത്തെ ജയിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിക്കുന്ന ഒരു ജീവിതമാണ്. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പട്ടുപോകാത്ത. നമുക്കറിയാം, നമ്മൾ ഈ വിശുദ്ധന്മാർ ഈ ലോകത്തിന് യോഗ്യരല്ല. അപ്പോൾ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് നമ്മൾ എബ്രായലേഖനം 11:38 വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക്, അല്ലെങ്കിൽ ഒരു വിശുദ്ധന് ഈ ലോകം യോഗ്യമല്ല. ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന വശീകരണങ്ങളിൽ അവൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അവൻ വളരെ സൂക്ഷിച്ചൊഴിയും. നമുക്കറിയാം, പിശാചിൻ്റെ 3 വലകളാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഈ 3 വലകളിൽ അവൻ എവിടെയെങ്കിലും ആൾക്കാരെ പെടുത്തും. അതെന്താണ്? നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. അപ്പം ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നിന്നും അവന് ഉപയോഗിക്കുന്ന ഈ വലിയ 3 വലകൾ എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഇതാണ് ഏദൻ തോട്ടത്തിൽ അവൻ കൊണ്ട് വിരിച്ച് നമ്മുടെ വല്യമ്മച്ചിയെ കുടുക്കിയത്. ഈ വലയുമായിട്ടാണ് അവൻ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വന്നത്. എന്നാൽ അവിടെയെല്ലാം കർത്താവ് വചനം എടുത്തുകൊണ്ട് തിരുവചനത്തിൽ അല്ലെങ്കിൽ തിരുവെടുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വചനത്താൽ ജയിക്കുകയില്ലേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അതിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. നമുക്ക് ഏതെങ്കിലും നിലയിൽ ലോകസ്നേഹമുണ്ടോ? നമ്മൾ ലോകക്കാരല്ലാതിരുന്നിട്ടും ലോകത്തോടുള്ള എന്തെങ്കിലും ഒരു പ്രതിപത്തി, ലോകത്തിൽ എന്തെങ്കിലും ആകണം. അബ്രഹാമിനോട് കൂടെ ഇറങ്ങി പുറപ്പെട്ട ലോത്ത് അബ്രഹാമിനെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവൻ എവിടെയാ? ഇപ്പോൾ നഗരവാതിക്കലിരിക്കുക എന്ന് പറഞ്ഞാൽ അവന് വലിയ സ്ഥാനമാനമൊക്കെ ലഭിച്ചു. അതിനുള്ള വാഞ്ച നോക്കണം. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകക്കാരല്ല. നമ്മൾ ഈ ലോകത്തിന് വേണ്ടി പോരാടുന്നവരുമല്ല. ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ സഭകളിൽ പോലും ഇലക്ഷൻ നടക്കുന്നു. അതൊക്കെ ഈ വചനാനുസരണം ഒരിക്കലും ദൈവികമല്ല. ഇതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. നമ്മളെ ഇതിന്നെല്ലാം വിട്ടു നിൽക്കേണ്ടത് പ്രിയമുള്ളവരെ, ഇതിൽ അങ്ങനെയുള്ള ആ വലയിൽ നിങ്ങൾ കുടുങ്ങരുതേ. നിങ്ങൾ വളരെ സൂക്ഷിക്കുക. നിങ്ങൾ യഥാർത്ഥമായും കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ തന്നെയാണോ? നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചവനാണോ? ഇത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഈ മതത്തിലോ സംഘടനയിലോ നിന്ന് വഞ്ചിക്കപ്പെടാനോ ആത്മീയമായി കുരുടായി പോകുന്ന അല്ലെങ്കിൽ മുരടിച്ചു പോകുന്ന ഒരു അനുഭവത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
അപ്പം മാത്രമല്ല യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം നമുക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി ലോകസ്നേഹികളാക്കി മാറ്റുവാനായിട്ട് പിശാച് ശ്രമിക്കും. എവിടെയെങ്കിലും നമ്മളെ തളയ്ക്കുവാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ വഞ്ചിക്കപ്പെടാൻ നമ്മൾ ഒരിക്കലും ഇടയാക്കരുത്. പൗലോസ്ലീഹ വിളിച്ച് താൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താൻ വളരെ തൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ താൻ വളരെ ധനവാനായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നാൽ ഈ ലോകധനങ്ങളെല്ലാം കർത്താവിനെ പ്രതി എല്ലാം താൻ വിട്ടെറിഞ്ഞു. അവിടെ പറയുന്ന ഒരു പ്രയോഗം നമുക്കറിയാം. ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന്. എന്തൊരു പ്രയോഗമാ, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്താണ് ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം? ഇന്നും അനേർക്കും കർത്താവിനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. കർത്താവിൻ്റെ ഈ പരിജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവമക്കളെ, നമുക്ക് ഈ ലോകം വല്ലൊരു വിഷയമാണോ? ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കാൻ പോകുമോ? ഇല്ല. ലോകവാദിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവർ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്കിന്ന് ലോകത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? പൗലോസ്ലീഹ പറയുന്ന പോലെ ഈ ലോകത്തിലെ ലാഭമായതിനൊക്കെ ക്രിസ്തു നിമിത്തം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം, അതാ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന്റെ എപ്പോഴുള്ള കാഴ്ചപ്പാട്. ഇവളൊരു ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ ലോക നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും നമ്മൾ അതിൻ്റെ മായയിൽ നമ്മൾ മയങ്ങുവാൻ ഇടയാകരുത്. അത് നമുക്ക് നിത്യതയിൽ വലിയ നഷ്ടം വരുത്തിവെക്കും. അതുകൊണ്ട് യഥാർത്ഥമായി വീണ്ടും ജനിച്ചൊരു ദൈവവേദൽ ലോകത്തെ ജയിച്ച് ജയാളിയായിട്ട് ജീവിക്കുന്നവനായിരിക്കും. ഇനി ഞാൻ 6-ാമത്തെ കാര്യം പറഞ്ഞാൽ, അതേ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. നോക്കണമേ, അപ്പോൾ ഇവിടെ യഥാർത്ഥമായിട്ടും വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്ത് ചെയ്യും? സഹോദരന്മാരെ സ്നേഹിക്കും. പരസ്പരം നമുക്കൊരു വലിയ സ്നേഹബന്ധമുണ്ടായിരിക്കും. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ വായിക്കാണ്, പകയ്ക്കുന്നവൻ കൊലപാതകനാണ്. നമ്മൾ ഇന്ന് ആരെയെങ്കിലും നമ്മുടെ സഹോദരി സഹോദരന്മാരെ യഥാർത്ഥമായും നമ്മളോടുകൂടി കർത്തൃമേശയിൽ സംബന്ധിച്ച് ഒരപ്പത്തിൻ്റെ അംശികളാണ്. അങ്ങനെ ഒരപ്പത്തിൻ്റെ അംശികളായ നമ്മുടെ സഹോദര വർഗത്തെ ആരെയെങ്കിലും നമ്മൾ പകയ്ക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിന് വചനം പറയുന്നത് അവൻ കൊലപാതകനാണെന്ന്. അപ്പോൾ നമ്മളിൽ എങ്ങനെയെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള വിദ്വേഷങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ശത്രു ശ്രമിക്കും. അപ്പോൾ നമുക്ക് പകയുണ്ടാകുവാനിടയായാൽ നമ്മളൊരു കൊലപാതകയായി ആ നിത്യജീവനിൽ നിന്നും നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന് അങ്ങനെ കഴിയില്ല എന്നുള്ളതിൻ്റെ സത്യം. കാരണം അവർ സ്നേഹം എപ്പോഴും ആസ്വദിക്കുന്നവരാണ്. അതിൻ്റെ 4-ാം അധ്യായം 1 യോഹന്നാൻ 4:7-8 വായിക്കുമ്പോൾ നോക്കിയേ, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്നും വരുന്നു. സ്നേഹിക്കുന്നതിനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. കണ്ടോ, എത്ര വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. നമുക്കൊരിക്കലും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാലും അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കാത്തവൻ എപ്പോഴും ഒരു തടവറയില്ല. ക്ഷമിക്കാൻ കഴിയാത്ത ഒരു ആത്മാവല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എല്ലാം ക്ഷമിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ അതേ സ്വഭാവം നമ്മളിലേക്ക് വരണം. സ്തെഫാനോസിനെ ആദ്യത്തെ സഭയിലെ രക്തസാക്ഷിയാകുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും താൻ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുക. അവിടെ ആ മുഴങ്കാൽ മടക്കി അവിടുന്ന് അപേക്ഷിക്കുക, ഇവരോട് ക്ഷമിക്കണം, ഇവിടെ അപരാധം അവിടെ മേൽ നിർത്തരുത്. എന്തൊരു വലിയ കാര്യമാണ്. ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളൊരു തടവറയിലാണ്. ആ വ്യക്തിക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. ചിലർ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണെന്നൊക്കെ പറയും. പക്ഷെ അവരുടെ മുഖത്തിന് ഒരു സന്തോഷം ഉണ്ടായില്ല. കാരണം എന്നാ അറിയോ? അവർ വാസ്തവത്തിൽ ഒന്നെങ്കിൽ അവർ വീട്ടിൽ ജനിച്ചവരല്ല,
അല്ലെങ്കിൽ പിന്നെ അബദ്ധവശാൽ അവരേതെങ്കിലും ചതിയിൽപ്പെട്ടവരാണ്. നമ്മൾ ചിന്തിക്കണം. യഥാർത്ഥമായ നമ്മുടെ വീണ്ടും ജന്മ ഉറപ്പ് വരുത്തണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവമക്കളെന്ന നിലയിൽ വീണ്ടും ജനിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ട്. നമുക്കറിയാം റോമർ 5:5 നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം തൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്നേഹത്തിലാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന് ആരെയും പകയ്ക്കാൻ കഴിയില്ല, വെറുക്കാൻ കഴിയില്ല, ആരെയും അകറ്റി നിർത്താൻ കഴിയില്ല. എല്ലാവരെയും കൈക്കൊള്ളുന്ന സ്നേഹമാണ്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടും ആ വീണ്ടും ജന്മ അനുഭവത്തിൽ ഞാൻ യഥാർത്ഥമായിട്ടും വീണ്ടും ജനിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഏഴാമത്തെ കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചോട്ടെ. അവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. വീണ്ടും ജനിച്ചവർ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരാണ്. അവർ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നു. നമുക്കറിയാം, നമ്മൾ റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരല്ലേ? എന്നാൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നുവെന്ന്? ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന അനുഭവമുണ്ടോ? പലർക്കും ഇല്ല. ഇവിടെയുള്ളവർ നമ്മൾ ആത്മാവിനെ പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ ആത്മാവിൻ്റെ ഫലമുണ്ടോ? ആത്മാവുണ്ടെങ്കിൽ ഫലം കൊണ്ടല്ലേ തിരിച്ചറിയണ്ടേ? ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പോലും പലർക്കും കഴിയുന്നില്ല. എത്ര ദുഃഖകരമാണ്. ആത്മാവിൻ്റെ ഫലം ഓർമ്മയുണ്ടോ? ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നോക്കണം, ഇതൊക്കെ നമ്മളിലെല്ലാം ഇപ്പോഴും ഉണ്ടാവും. കാരണം ആത്മാവുണ്ടല്ലോ. ആത്മാവുണ്ടെങ്കിൽ ഈ ഫലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആത്മാവിൽ നടത്തപ്പെടുന്ന അനുഭവം നമ്മൾ നോക്കണം. ആദിമ നൂറ്റാണ്ടിൽ ഫിലിപ്പോസ് വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ആത്മാവ് പറഞ്ഞു, എടാ നീ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ മനുഷ്യത്തിലേക്ക് പോകും. ഉടനെ അതനുസരിക്കുക. നോക്കണം, വലിയ ശുശ്രൂഷയൊക്കെ വിട്ടിട്ട് മരുഭൂമിയിലേക്ക് ഓടുകയതാൻ. ഓടി ചെല്ലുമ്പോൾ ഒരു രഥം പോകുന്നു. അപ്പോൾ ആരാണ് പോകാൻ പറഞ്ഞതെന്ന് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അങ്ങനെ ചെയ്തു. ബാക്കി നടന്നതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ, ആത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നമ്മൾ ചുറ്റുപാടുമൊക്കെ ഈ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് റേഡിയോ തരംഗങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ സിലോൺ കിട്ടണമെങ്കിൽ സിലോൺ ആ സ്റ്റേഷൻ്റെ അങ്ങോട്ട് അതിൻ്റെ ഏരിയയിൽ കൊണ്ടുവരണം, അതിൻ്റെ നീഡിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേഷൻ്റെ അതിനെ അറ്റാക്ക് ചെയ്യും. ഇതുപോലെ നമ്മുടെ ആത്മാവും ദൈവാത്മാവുമായിട്ട് ഒന്നായിട്ട് നമ്മുടെ മനസ്സ് ആത്മാവിൽ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ദൈവശബ്ദം തിരിച്ചറിയാൻ കഴിയും. ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരൊക്കെ ഇങ്ങനെ ആത്മനിയോഗത്തോടെ അവർ നടക്കുവാൻ, ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാനിടയായി. നമുക്ക് മറ്റൊരു കാര്യം പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യം. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ പറഞ്ഞേ? ആത്മാവ് അവനോട്. നോക്കണം, അപ്പോൾ ആത്മാവ് പത്രോസിനോട് പറഞ്ഞത് പത്രോസ് കേൾക്കുകയും അവരോട് കൂടെ പോവുകയും ചെയ്തു. ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേ അനുഭവം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്കും 16-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം, അവർ ആസിയായിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ. കണ്ടോ, അവിടെ പരിശുദ്ധാത്മാവ് വിലക്കുക. അതൊക്കെ വലിയ അനുഭവമല്ലേ? ഞാനൊരിക്കലും ഔറംഗാബാദിന് നാസിക്കിൽ നിന്ന് പോകുമ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, ഞാൻ സാധാരണ ട്രാക്ടർ കൊടുത്തിട്ട് ഒരു സീറ്റിൽ പോയിരിക്കും. എന്നിട്ട് പിന്നെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് വചനം പറയാനായിട്ട് ഒരു ആത്മാവ് നടത്തിപ്പ് ചോദിക്കും. അപ്പോൾ ഒരിക്കൽ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ഇവനോട് മിണ്ടണ്ട. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ ദൈവം പറയൂ? ഞാൻ ആ ദൈവം പറഞ്ഞതിന് ഞാനൊക്കെ സംശയിച്ചു. അപ്പോൾ അബദ്ധം നോക്കണേ, അബദ്ധം. ഞാൻ അദ്ദേഹത്തോട് അല്പമായിട്ട് വചനം പറയാനുണ്ട്. ആൾ എടുത്തടിച്ചതുപോലെ വളരെയധികം വല്ലാതെ ഷൗട്ട് ചെയ്തു. ആ ബസ്സിലിരിക്കുന്നവരെല്ലാവരും തിരിഞ്ഞു നോക്കി. അപ്പോൾ അവരൊക്കെ വിചാരിച്ചെന്താ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ചെയ്ത് കാണും. അപ്പോൾ
ആ വണ്ടി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അവിടെ നിന്നു. അപ്പോൾ ആൾക്കാരെല്ലാവരും പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, എന്തായാലും എന്നാ പറ്റിയേ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഷൗട്ട് ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സുവിശേഷകനാണ്, ഞാൻ അദ്ദേഹത്തോട് സുവിശേഷം പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. പുള്ളി ഉടനെ ഷൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ സഹോദരന് കേൾക്കാൻ താല്പര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ സീറ്റിൽ ആരുമില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ സഹോദരൻ്റെ അടുക്കൽ പോയിരുന്ന് അവിടുന്ന് ഔറംഗാബാദിലെത്തുവോളും, പിന്നെ അവിടുന്ന് ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ആ യാത്രയിൽ ഞാൻ തന്നോട് വചനം അറിയിക്കാനിടയായി. അപ്പോൾ ഞാൻ വളരെ ഒച്ചത്തിലാണ് പറയുന്നത്. വണ്ടിയിലിരിക്കുന്ന മുഴുവൻ പേരും കേട്ടു. അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ പറഞ്ഞതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ വന്നതെന്ന്. അപ്പോൾ അവസാനം എനിക്ക് ഉള്ളിൽ ഒരു വലിയ ദുഃഖമൊക്കെ തോന്നിയെങ്കിലും അവിടെ ഇറങ്ങാറായപ്പോൾ എന്നോട് ദോഷ്യപ്പെട്ട അദ്ദേഹം വന്ന് എന്നോട് സോറി പറഞ്ഞു. ദൈവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം, ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കണം. എന്നാൽ ഇതെല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ആ ദുഃഖം മാറുവാൻ ദൈവം അതെല്ലാം വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആത്മാവിനാൽ നടത്തപ്പെടുക. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ആത്മാവിൽ നടക്കുന്ന ഒരു അനുഭവം വേണം. ഇത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടിവിടെ 7 തെളിവുകളാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പിക്കാം. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ ചുരുക്കി ഇതൊക്കെ പറയുക. കാരണം ഇത് കേൾക്കുന്നവരിൽ പലരും വീണ്ടും ജനിച്ചവരാ, എന്നാൽ വീണ്ടും ജന അനുഭവം ഇല്ലാത്തവരും കാണാം. അതുകൊണ്ട് ഞാനിത് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർ വെളിച്ചത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അല്പമായിട്ടും വിശദീകരണം തന്നു. 2, അവർ ലോകത്തിന് അനുരൂപരാകുന്നില്ല. കാരണം അവർക്കറിയാം ഞങ്ങൾ പരദേശികളാണ്, അപ്പോൾ ഞങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് അവർ ഈ ലോകത്തോട് അവർ സദൃശ്യപ്പെടുന്നില്ല, അനുരൂപരാകുന്നില്ല. 3, നമ്മൾ കണ്ടത്, അവർ ആത്മീയമായി ചിന്തിക്കുന്നു. ജഡീകമായിട്ടുള്ള കാര്യങ്ങളല്ല, ലോകചിന്തകളല്ല, എപ്പോഴും ഉയരങ്ങളിലെ ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. അതാണ് വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൽ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആ ദൈവത്തിൽ ലഭിച്ചിരിക്കുന്നത്. 4-മതായിട്ട് നമ്മൾ കണ്ടത്, നീതി പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പിതാവായ ദൈവം നീതിമാനാണ്, നമ്മുടെ കർത്താവ് നീതിമാനാണ്. നമ്മളെ നീതി പ്രവർത്തികൾക്കായിട്ടാണ് ഈ വീണ്ടും ജനനത്തിലേക്ക് ദൈവം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നും ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നീതി അല്ലെങ്കിൽ അനീതി. അനീതി എന്ന് പറയുമ്പോൾ പാപം, നീതി എന്ന് പറയുമ്പോൾ പാപരഹിതമായ ഒരു ജീവിതം. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, തെറ്റുകൾ വരാം. എന്നാൽ തെറ്റുകൾ വന്നാൽ ഉടനെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്ത് ജീവിക്കും. അതാണ് ഒരു ജയാളിയായ ഒരു വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ കർത്തവ്യം. ഓക്കെ, 5-മത്തെ കാര്യം നമ്മൾ കണ്ടത്, ലോകത്തെ ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകമോഹങ്ങളിൽ പെടുത്തി നമ്മളെ നിത്യതയുടെ ദർശനം നഷ്ടപ്പെടുത്തി നമ്മളെ നഷ്ടപ്പെടുത്താനായിട്ടുള്ള വഴിയുണ്ട്. അതിനാണ് ഞാൻ ഉദാഹരണമായിട്ട് പൗലോസ്ലീഹയുടെ കാര്യം പറഞ്ഞത്. തനിക്ക് ലാഭമായിരുന്നതെല്ലാം താൻ ഛേദമെന്നെണ്ണി. ഈ ലോകത്തിൻ്റെ താൽക്കാലിക സുഖങ്ങളെ, ഈ താൽക്കാലിക ബഹുമതികളെ, ഇതിൻ്റെതായിരിക്കുന്ന ആഡംബരങ്ങളെ എല്ലാം ത്യജിച്ച് നിത്യതയുടെ കാഴ്ചപ്പാടിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, ആ പ്രയോഗങ്ങളൊക്കെ എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? അയ്യോ, നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ് നമ്മൾ കാണണം. അതനുസരിച്ച് അതിന് യോഗ്യമായൊരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. 6-മതായി, സഹോദരനെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സ്നേഹം മതിലപ്പില്ല, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാണ്. എന്നാൽ ദൈവസ്നേഹം അതല്ല. ആ സ്നേഹം നമുക്കെല്ലാം ക്ഷമിക്കുവാനും സഹിക്കുവാനും എല്ലാം കഴിയുന്ന സ്നേഹമാണ്. ആരോടും നമുക്ക് പകവെച്ച് പുലർത്താൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സ്നേഹമാണോ ഇന്ന് നമ്മളെ ഭരിക്കുന്നത്? അങ്ങനെ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. 7-മത്തെ കാര്യം, അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. നമുക്കിന്ന് ശരിക്കും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ നടത്തുന്നുവെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അതേ പ്രിയമുള്ളവരെ, വീണ്ടും ജനനത്തിൻ്റെ 7 തെളിവുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവ് സഹായിച്ചാൽ, അടുത്ത ആഴ്ചയിൽ കർത്താവ് വരാൻ താമസിച്ചാൽ, അടുത്ത ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസിയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. കാരണം ഇന്ന് അനേകരും ഈ വിഷയത്തിൽ ഒരുപാട് രീതിയിൽ തെറ്റിപ്പോയിട്ടുണ്ട്.
ഇന്ന് ദുരുപദേശങ്ങൾ ദിവസം പ്രതി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ട് നമ്മളിതെല്ലാം അറിയണം, സത്യം അറിയണം. സത്യം നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യഥാർത്ഥമായി ജയാളിയായി ജീവിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നോക്കി പാർക്കുവാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സമൃദ്ധിയായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ആമേൻ.